ഒരു പ്രതിസന്ധി വരുമ്പോ സാറേന്ന് പോലും വിളിക്കാതെ പേര് നീട്ടി വിളിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ നാടിന്റെ ഭരണാധികാരിയായിരുന്നു, ഈ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ നീട്ടി വിളിച്ച വീട്ടിൽ പോയി പറയണമെന്നൊന്നും അദ്ദേഹത്തിന്റെ കുടുംബ സംഘമുണ്ട്. മൈക്ക് ഓഫാക്കുന്നതിന്റെ മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. അതിനുശേഷം കയ്പമംഗലത്ത് ഒരു കുടുംബ സംഘമുണ്ട്. മൈക്ക് ഓഫാക്കുന്നതിന്റെ മുമ്പ് എത്തൂല, ആളുകൾ പോകുന്നതിന്റെ മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. ഇത് ആവേശമാണ്, ഇത് ആവേശത്തിന്റെ പരകോടിയിലാണ് ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ എനിക്ക് അതിന്റെ അടുത്തൊരു കാര്യം പറയാനും, ഈ ആവേശം ഈ മാള ജംഗ്ഷനിൽ നിന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് പോകുമ്പോ പിരിഞ്ഞു പോവേണ്ട ഒന്നല്ല. ഒരു പൊടിക്കിത് കുറയാൻ പാടില്ല, ഒരു പൊടിക്കിത് ചോരാൻ പാടില്ല. ഈ ആവേശം നിങ്ങൾ ഇനി കാണിക്കേണ്ടത് അത് നിങ്ങളുടെ ബൂത്തുകളിലാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ഏറ്റവും വലിയ കയ്യടി നിങ്ങൾ പറയേണ്ടത് അതിനാണ്. നിങ്ങൾ ഈ ബൂത്തുകളിലേക്ക് പോലെ അവിടെയുള്ള എല്ലാവരും ബൂത്തിൽ ഈ ആവേശം ചോരാതെ കാക്കുമോ? അവിടെ നിൽക്കുന്ന എല്ലാവരും ബൂത്തിൽ പോകണം, വീടുകളിലെത്തണം, വോട്ടർമാരെ കാണണം, അവര് പോൾ ചെയ്യണം, അവരെ പോൾ ചെയ്യിപ്പിക്കണം. ജനങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇതിനൊന്നും പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണോ? നിങ്ങൾ ഏറ്റെടുത്ത തെരഞ്ഞെടുപ്പാണോ? ഇനി അടുത്തൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് OJ ജനീഷും ഇവിടെയുള്ള പഴയ MLAയും തമ്മിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വേണ്ട. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരും ജനങ്ങളും തമ്മിൽ നടക്കുന്ന, അതിൽ ജനങ്ങൾ ജയിക്കും. ജനങ്ങൾ ജയിക്കണമെങ്കിൽ ജനീഷ് ജയിക്കണം. ജനീഷും ജനങ്ങളും ജയിച്ചാൽ കേരളം ജയിക്കും, UDF നയിക്കും. സംശയം വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയൂ. ഈ നാട്ടിലെ മുഴുവൻ വനിതകൾക്ക്, സഹോദരങ്ങൾക്ക്, സഹപ്രവർത്തകർക്ക്, സഹോദരിമാർക്ക്, അവർക്കെല്ലാവർക്കും KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര ഉറപ്പുവരുത്താൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഈ നാട്ടിൽ കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക്, സർക്കാർ എയ്ഡഡ് കോളേജുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് അവരുടെ കുഞ്ഞു ചെലവുകൾക്ക് മാസം അവരുടെ അക്കൗണ്ടിൽ വരുമെന്ന് ഉറപ്പ് പറയുന്ന മുന്നണിയുടെ പേരെന്താ? ഈ നാട്ടിൽ ജോലി ആവശ്യാർത്ഥം ചെറുപ്പക്കാർ നാടുവിടാൻ ആഗ്രഹിക്കുമ്പോ, വേണ്ട നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഇവിടെ തന്നെ നിൽക്കാൻ കഴിയാവുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ വരെയുള്ള ഈ സൗജന്യമായ പലിശരഹിതമായ വായ്പ അവർക്ക് കൊടുക്കാൻ പോകുന്ന മുന്നണിയുടെ പേരേതാ? നമ്മുടെ മുതിർന്ന പ്രായമായവരുടെ, നമ്മുടെ എല്ലാമായവരുടെ പെൻഷൻ അത് 3000 ആക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? അവർക്ക് പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഇവിടെ ജയിക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ നാട്ടിലെ ഏത് സാധാരണക്കാരനും ഒരു പ്രതിസന്ധി വരുമ്പോ സാറേന്ന് പോലും വിളിക്കാതെ പേര് നീട്ടി വിളിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഈ നാടിന്റെ ഭരണാധികാരിയായിരുന്നു, ഈ നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ നീട്ടി വിളിച്ച വീട്ടിൽ പോയി പറയണമെന്നൊന്നും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് പോലും ഉമ്മൻചാണ്ടി എന്ന് നേരിട്ട് നീട്ടി വിളിക്കാവുന്ന ആ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ചികിത്സക്ക് പ്രയാസം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയുടെ കാര്യങ്ങൾ അത് നോക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുന്ന മുന്നണിയുടെ പേരെന്താ? ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ആ ഉമ്മൻചാണ്ടി സാർ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടവേളകളിൽ എപ്പോഴെങ്കിലും, ആ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇവിടെ ആര് മത്സരിച്ചിരുന്നെങ്കിലും ഈ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ജനീഷിനെ നോക്കിക്കോണേ എന്ന് എല്ലാ മാളക്കാരോടും പറയുമായിരുന്നു. അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിജയം ടീം ഇവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പൊ തൽക്കാലത്തേക്ക് പോകുന്നത്. ജനീഷിനെ MLA ആവാനും ഭരണം ഈ നാട്ടിൽ UDF തിരിച്ചു പിടിക്കുന്നതും, അതിന്റെ ശേഷം നിങ്ങൾ ജനീഷിന് കൊടുക്കുന്ന സ്വീകരണ യോഗത്തിൽ എന്നെ വിളിക്കുവോ? ഉറപ്പായിട്ട് വിളിക്കുവോ? അതിനൊക്കെ വേണമെങ്കിൽ വിളിച്ചാൽ വരും. അതിനൊക്കെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇനി അടുത്തത് പോവാനുള്ളത്
ഉണ്ണിയാടൻ ചേട്ടന്റെ സ്ഥലത്തുമാണ്. അവിടുത്തെ പരിചയക്കാരോടൊക്കെ പറയണം, ഇരിഞ്ഞാലക്കുടയിൽ പുള്ളിയുടെ ചിഹ്നമായ ഓട്ടോ അത് ഇരിഞ്ഞാലക്കുടയിൽ നിൽക്കരുത്, അതങ്ങ് തിരുവനന്തപുരത്ത് എത്തണം എന്നുള്ളത് അത് നിങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിന്റെ കുടുംബസംഘം കൊണ്ട് മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. അതിന് ശേഷം കയ്പമംഗലത്ത് ഒരു കുടുംബസംഘമുണ്ട്, മൈക്ക് ഓഫാക്കുന്നതിന് മുമ്പ് എത്തൂല, ആളുകൾ പോകുന്നതിന് മുമ്പ് എത്താൻ പറ്റുമോ നോക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കൈകൂപ്പിക്കൊണ്ട് പറയുന്ന ഈ മണ്ഡലം നിങ്ങൾ തിരികെ പിടിക്കണം. ഈ കൊടുങ്ങല്ലൂരിലൊന്നും UDF അല്ലാതെ മറ്റൊരു MLA ഉണ്ടാവാൻ പാടില്ല. അത് നാടിന്റെ തീരുമാനമായി മാറണം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു, എല്ലാവിധ സ്നേഹാശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ പരിപാടി ഉജ്ജ്വലമാക്കിയ എല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.